ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു യാത്രയിലാണ്. കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ കോഴിക്കോട് നമുക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒക്കെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങള് ഞാൻ കാണിക്കാം. ഞാൻ ഇന്ന് പോയ സ്ഥലങ്ങളെല്ലാം തന്നെ കാണിക്കാം. എന്തായാലും ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 81 രൂപയായിരുന്നു ചാർജ്. പുത്തനത്താണിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് കയറിയിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മള് ബസ് കയറി ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹെഡ്സെറ്റ് നിർബന്ധമാണ്. ഏകദേശം ഒരു 1½ മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും ഹെഡ്സെറ്റൊക്കെ വെച്ച് നമ്മള് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര പോകാമെന്ന് കരുതി. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മള് കോഴിക്കോട് വരെയുള്ള ആ ഒരു കെഎസ്ആർടിസി യാത്രയിലെ കുറച്ച് കാഴ്ചകളെല്ലാം തന്നെ ഞാന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മള് കോഴിക്കോട് ബീച്ച്, മുട്ടായി തെരു, മാനാഞ്ചിറ, അങ്ങനെ വരക്കൽ, മക്കാമ് ബീച്ച് അവിടെയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മളിവിടെ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലൊക്കെ അതാ കാണുന്നെ. റൈറ്റ് സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള വിഷ്വൽസ് മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പോയി ഇപ്പോൾ എടരിക്കോട് പള്ളി കാണാം. അത് കഴിഞ്ഞ് പാലച്ചിറമാട് എത്തുന്നതിന് മുമ്പ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാടമുണ്ട്. ആ പാടത്തിൻ്റെ പച്ചപ്പൊക്കെ ഇപ്പോൾ മഴയായതുകൊണ്ടായിരിക്കണം എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ ഒക്കെയാണ് അവിടെ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ബസ്സിൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സീറ്റൊക്കെ കാലിയാണ്. കുറച്ച് ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അങ്ങനെ പാലച്ചിറമാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഈ ഹൈറ്റിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനിലൊക്കെ യാത്ര പോകുന്ന ഒരു ഫീലുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം കോഴിച്ചന ആ ഭാഗത്തൊക്കെ ആളുകൾ ഇറങ്ങി ബസ്സൊക്കെ അത്യാവശ്യം കാലിയായിട്ടുണ്ട്. പിന്നെ റോഡ് വർക്ക് ആയതുകൊണ്ട് തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഉച്ചസമയം ആയതുകൊണ്ടായിരിക്കണം വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല റോഡ് സൈഡിലൊന്നും. പിന്നെ ഈ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ ഭാഗത്തിലൂടെയൊക്കെയുള്ള ആ യാത്ര നല്ല രസകരമായിട്ടുള്ള യാത്രയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. എന്തായാലും പൂർണ്ണമായിട്ടൊന്നും ഞാന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യാത്ര ഒരു ഏകദേശം ഒരു 6, 7 മിനിറ്റ് ഉള്ള വിഷ്വൽസ് മാത്രമാണ് ഈ ഒരു കെഎസ്ആർടിസി യാത്രേന്റേത് ഞാന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മള് കോഴിക്കോട് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകള് ബീച്ച്, മുട്ടായി തെരു, അതുപോലെ മാനാഞ്ചിറ ആ കാര്യങ്ങളൊക്കെ ഞാന് ഇതില് ഉൾപ്പെടുത്താം. അങ്ങനെ ചേളാരിയൊക്കെ കഴിഞ്ഞപ്പോൾ ബസ്സില് ആള് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. കുറച്ച് വിരലിലെണ്ണാവുന്ന ആള് മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ച സമയമായതുകൊണ്ടായിരിക്കണം ഇത്ര വലിയ തിരക്കൊന്നും ബസ്സില് കാണുന്നില്ല. നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെയുണ്ട്. എന്താന്ന് വെച്ചാൽ നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ ബാക്ക് സൈഡില് റൈറ്റ് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഈ ടാറിങ് കഴിഞ്ഞ ഏരിയയിലൂടെ പോകുമ്പോൾ നല്ല രസാണ് ട്ടോ. നല്ല ഒരു അടിപൊളി കാഴ്ചകളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഇപ്പോൾ നമ്മളിവിടെ രാമനാട്ടുകര എത്തിയിട്ടുണ്ട്. രാമനാട്ടുകര ടൗൺ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും എല്ലാം കാണാം. പിന്നെ ഈ ബസ് രാമനാട്ടുകര സ്റ്റാൻഡില് കയറിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമനാട്ടുകര ടൗണ് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് നേരെ ഇനി കോഴിക്കോട്ടേക്ക് പോകാണ്. പിന്നെ ആ ബൈപ്പാസ് വഴി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഞാന് എടുത്തിട്ടുണ്ട്. പിന്നെ കെഎസ്ആർടിസി യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കെഎസ്ആർടിസി യാത്ര ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. നമ്മള് ഈ ചാനലില് ഞാൻ പോകുന്ന യാത്രകള്, നമ്മുടെ സന്തോഷങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ നമ്മള് ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ രാമനാട്ടുകര കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു കോഴിക്കോടിന്റെ ആ ഒരു ഫീലിലേക്ക് വരും. ആ ഒരു ബിൽഡിങ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം. ഒരു കോഴിക്കോട് ടച്ച് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. നമ്മുടെ മലപ്പുറം ആ ഒരു വിട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ബസ്സില് വീണ്ടും കുറച്ചൊക്കെ ആളൊക്കെ കയറിയിട്ടുണ്ട്. വീണ്ടും നമ്മളിങ്ങനെ പോകുകയാണ്. ചില സമയങ്ങളിൽ ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ ആ ഒരു വലിയ റെസ്റ്റോറന്റ് ആണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു പാലമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുകയാണ്. ഏകദേശം നമ്മളിപ്പോൾ കോഴിക്കോട് എത്താറായിട്ടുണ്ട്. ഇപ്പോ ചില സമയങ്ങളിലുള്ള ബ്ലോക്ക് കാരണം നമുക്ക് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1½ മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുത്തനത്താണിയിൽ നിന്ന് കോഴിക്കോട് എത്താനായിട്ട്. ഇപ്പൊ ഞാൻ ഹെഡ്സെറ്റൊക്കെ ഒഴിവാക്കി. ഏകദേശം കോഴിക്കോടൊക്കെ എത്താറായല്ലോ എന്നുള്ള ആ ഒരു മട്ടിലിരിക്കാണ്. എന്തായാലും പുറത്തിറങ്ങിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെയുണ്ട്. നല്ല വെയില് ആയതുകൊണ്ടായിരിക്കണം. പിന്നെ ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 11 മണി ആയതുകൊണ്ട്
ഇപ്പോ നല്ല ഒരു വെയിലുള്ള സമയാണ്. ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദാ നമ്മള് നേരെ പുതിയ സ്റ്റാൻഡിനടുത്ത് എത്താറായിട്ടുണ്ട്. പുതിയ സ്റ്റാൻഡിനടുത്ത് എത്തുമ്പോ അറിയാം ഇതുപോലത്തെ വലിയ വലിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണാം. ടൗണ് നല്ല രീതിയില് റഷാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റും. ആദ്യം പുതിയ സ്റ്റാൻഡിൽ പോകും. അത് കഴിഞ്ഞിട്ട് നേരെ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ ബസ് പോകുന്നത്. എന്തായാലും ഞാൻ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോ ഇതാ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ്. ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ആ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുമ്പോ അറിയാം. അങ്ങനെ എന്തായാലും കെ.എസ്.ആർ.ടി.സിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കോഴിക്കോട് ടൗണൊക്കെയാണ് ഈ കാണുന്നത്. നാഷണൽ ഹോസ്പിറ്റലിന്റെ ആ ഭാഗങ്ങളൊക്കെ കാണാം. എന്തായാലും ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തേക്ക് പോയി അവിടെ ഒരു ഷോപ്പിൽ കയറി ബിരിയാണി കഴിച്ചുട്ടോ. ഞാനിപ്പോ ഈ നമ്മുടെ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അവിടുത്തെ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്തായാലും അവിടുന്നൊരു ബിരിയാണി കഴിച്ചു വെറും രൂപ 75 അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പുതിയ സ്റ്റാൻഡിലേക്ക് തന്നെ വന്ന് അങ്ങനെ കൊയിലാണ്ടി ബസ്സിൽ കയറിയിട്ടുണ്ട് ട്ടോ. കൊയിലാണ്ടി പോകുന്ന ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ നേരെ വരക്കലിലേക്ക് പോകാന്ന് കരുതി. അപ്പോ ബാക്ക് സീറ്റ് തന്നെ ഇരുന്നിട്ടുണ്ട്. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ബസ്സിലില്ല. ഇപ്പോ ഏകദേശം ഒരു 1:30 മണിയായിട്ടുണ്ട്. 1:30 ആയിട്ടുണ്ട്. 1:30, 1:45 ആ റേഞ്ചിലായിട്ടുണ്ട് സമയം. എന്തായാലും ബസ് അവിടുന്ന് എടുക്കുന്നുണ്ട്. 15 രൂപയാണ് ട്ടോ ചാർജ്. ഇപ്പോ വരക്കൽ മക്കാമിലേക്കൊക്കെ പോകുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. കൊയിലാണ്ടി ബസ് കയറിയിട്ട് 15 രൂപ കൊടുത്ത് കോയ റോഡിൽ ഇറങ്ങിയാൽ മതി. അങ്ങനെ നേരെ നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് നടന്ന വരക്കൽ മക്കാമിലെത്തും. എന്തായാലും അവിടെ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ്. ചായയും അവിടുത്തെ ആ ഒരു വാഴക്കപ്പത്തിരി എന്ന് പറയുന്ന ഒരു കടിയാണിത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വരക്കൽ മക്കാമിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് വരക്കൽ മക്കാമ്. അപ്പോൾ ഇവിടെ കയറി നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാമെന്ന് കരുതി. ഈ കാണുന്നതാണ് വരക്കൽ മക്കാമ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മസ്ജിദാണിത്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടാകും. എന്തായാലും ഞാനിപ്പോൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണി 2:15 ആയിട്ടുണ്ട്. എന്തായാലും ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കരുതി ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒരു ബീച്ച് കാണാനായിട്ട് പറ്റും. ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു 2 മിനിറ്റ് നടന്നാൽ മതി. എന്തായാലും ആ ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി. ആ ബീച്ചിലെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ട്. ഞാൻ വെയിലുള്ളത് നോക്കിയില്ല. ഏകദേശം ഒരു 3 മണിയാണ്. അപ്പോൾ വെയിലായതുകൊണ്ടായിരിക്കണം ബീച്ച് ഫുൾ കാലിയാണ്. ആരെയും കാണാനൊന്നുമില്ല ട്ടോ. അവിടെയും ഇവിടെയും 1, 2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു അടിപൊളി ബീച്ച് തന്നെയാണ്. ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല ക്രൗഡൊക്കെ ഉള്ള സമയമായിരിക്കും ഈവനിങ്ങിൽ. പിന്നെ ഇവിടെ മീൻ പിടിക്കുന്നത് കാര്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കണം ആള് കുറവ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല വെയിലുള്ള സമയമാണ്. എന്തായാലും ഇവിടുത്തെ വിഷ്വൽസ് കുറച്ച് ആസ്വദിക്കാം. അങ്ങനെ ബീച്ചിലെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കോഴിക്കോട്ടേക്കന്നെ തിരിക്കാന്ന് കരുതി ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും ബസ്സൊക്കെ കയറി നേരെ ഞാനിപ്പോൾ മാനാഞ്ചിറയാണ് വന്നിറങ്ങിയത് ബസ്. മാനാഞ്ചിറയാണ് ഈ കാണുന്നതൊക്കെ. എന്തായാലും അവിടേക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോകാന്ന് കരുതി ആദ്യം മുട്ടായി തെരുവിലേക്കാണ് പോയത്. മുട്ടായി തെരുവ് നല്ല ക്രൗഡാണ്. നല്ല രീതിയിൽ ആളുകളുണ്ട്, തിരക്കുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 4:45, 5 മണിയോളം ഒക്കെ ആയിട്ടുണ്ട് ട്ടോ. 4:45 എന്തായാലും ആയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ആളുകൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. പിന്നെ മുട്ടായിത്തെരുവില് തിരക്ക് കുറഞ്ഞ ഒരു ഏരിയയാണ് ഇത്. നമ്മൾ ഈ കയറുന്ന ഭാഗം തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മാനാഞ്ചിറയ്ക്കാണ് പോയത്. മാനാഞ്ചിറയാണ് കാണുന്നത്. ഇവിടെയും അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ പോയ സമയത്ത് തന്നെ കാണുന്ന ഒരു കാഴ്ചകൾ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ. പിന്നെ പച്ച പുല്ലൊക്കെ വിരിച്ചുകൊണ്ടാണ് ഈ ഒരു നല്ലൊരു സ്ക്വയർ തന്നെയാണ് ട്ടോ. ഇതിന് ചുറ്റും നല്ല വണ്ടി തിരക്ക് കാര്യങ്ങൾ റഷ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് നല്ലൊരു സൈലന്റ് ഫീൽ ചെയ്യും നമുക്ക്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഒരുപാട് കുട്ടികള്, ഫാമിലി എല്ലാം തന്നെയുണ്ട്. ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട്. ഇതിനകത്ത് ഓരോ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ട്ടോ. അപ്പോൾ അടിച്ചുപൊളിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇപ്പോൾ മാനാഞ്ചിറ. പഴയ കാലത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്.
എന്തായാലും ഈ ഒരു തടാകം വറ്റിച്ചിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഏകദേശം 1 വർഷം മുമ്പ് വലിയ വാർത്തയായിട്ട് വന്നിരുന്നു ട്ടോ. അപ്പൊ ഈ ഒരു മാനാഞ്ചിറ സ്ക്വയറിലുള്ള ഈ ഒരു വലിയൊരു തടാകമാണിത്. ഇതിലിപ്പോൾ നിറയെ വെള്ളമാണ്. പിന്നെ അപ്പുറത്തൂടൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ, ഈ ബസ്, ജീപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോ ഒരു പ്രത്യേക രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്തായാലും ഇവിടെ ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തേക്കിറങ്ങി ബീച്ചിലേക്ക് പോകാന്ന് കരുതി. നടന്ന് പോകാന്ന് കരുതി ട്ടോ. എന്തായാലും ഒരു 15 മിനിറ്റോളം നടന്നാല് ബീച്ചിലെത്തും. അപ്പൊ ആ പാലത്തിന് മുകളിലൂടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. നമുക്ക് ഇതുവഴിയാണ് പോകാനുള്ളത്. നടത്തം പിന്നെ നമുക്ക് വിഷയമല്ല ട്ടോ. എന്തായാലും ഇവിടുന്ന് ഈ ഒരു ട്രെയിനിന് ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നത് കാണാം. അത് മുറിച്ച് കടന്നിട്ട് വേണം നമുക്ക് ബീച്ചിലെത്താനായിട്ട്. എന്തായാലും ബീച്ചിലെത്തിയിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ ഞാന് കാണിക്കാം. എന്തായാലും ഈ സമയത്ത് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മള് കാലിക്കറ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രണ്ടിലെ വിഷ്വൽസാണിത്. എന്തായാലും നല്ല തിരക്കുണ്ട്. ഇന്ന് ഞാന് വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച ദിവസമാണ്. എന്നിട്ട് പോലും നല്ല തിരക്കുണ്ട്. ഇവിടുന്നൊരു ചായ കുടിക്കാന്ന് കരുതി നല്ലൊരു ചായന്റെ ഷോപ്പ് കണ്ട്. രൂ. 20ക്ക് ചായയും കടിയും ഇവിടെ കിട്ടും. നല്ല കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചായ കടിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിവിടെ ബീച്ചിലെ കാഴ്ചകൾ കാണുകയാണ്. എന്തായാലും ആ വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. 6:30 ഈ രാത്രി സമയത്തെ ഇവിടുത്തെ വ്യൂ ആണിത്. ഇനി ഒന്നുകൂടെ ഇരുട്ടിയാൽ പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഒന്നും കാണാനില്ല. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു കാഴ്ചകളൊക്കെയാണ് കാലിക്കറ്റ് ബീച്ചിലെ അവസ്ഥയാണ് ഇപ്പോ. ഒരു ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും നേരെ പുറത്തേക്കിറങ്ങി. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. അങ്ങനെ ഞാൻ മാനാഞ്ചിറ വഴി തന്നെയാണ് തിരിച്ച് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നത്. എന്തായാലും മാനാഞ്ചിറ ആ രാത്രി കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെ രസമാണ്. ആ തടാകത്തിനടുത്തിരുന്നിട്ടുള്ള ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രാത്രി സമയത്ത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. എന്തായാലും ടൗണിൽ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഞാനിപ്പോൾ കെഎസ്ആർടിസി ബസ്സിൽ കയറി ബാക്ക് സീറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ടാണ് ഞാൻ കയറിയ സമയത്ത് തിരക്കില്ലായിരുന്നു. കുറച്ച് ശേഷം അത്യാവശ്യം ആളുകളൊക്കെ വന്ന് പിന്നെ ഞാന് ബസ്സില് കയറി ബസ്സൊക്കെ എടുത്ത് രാത്രി ഏകദേശം ഒരു 10 മണിക്ക് ശേഷം വീട്ടിലെത്തി ട്ടോ. അങ്ങനെ ദാ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലെത്തി. ഏകദേശം ഒരു 11 മണിയോളം ആയിട്ടുണ്ട് ഇപ്പോൾ. രാവിലെ ഞാനൊരു 11 മണിക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ പോയ വഴികൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട കാഴ്ചകളെല്ലാം. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻ്റായിട്ട് താഴെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.